Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്ലൗഡ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു ബ്ലാങ്കറ്റ് ചെയ്തതാണ്. ഈ ഒരു ബ്ലാങ്കറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലൗഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 പ്ലേ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ 8 പ്ലേ ആണ് ഇല്ലെങ്കിൽ 4 പ്ലേ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 8 പ്ലേ ആണ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 4 പ്ലേ ആണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 8 പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 4 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഹുക്കിന് 2 ലൂപ്പ് കിട്ടും. ഞാനവർ ചെയ്യുക ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 ഒരു സെയിം സ്പേസിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3rd സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് ഒരു ലാസ്റ്റ് ചെയിനാണ്. ആ ലാസ്റ്റ് ചെയിനിൽ ഇവിടെ ഉള്ളൊരു ചെയിനാണ്. ആ ചെയിനിലും നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ സെക്കൻഡ് വൺ ചെയ്യുക. സെയിം തന്നെ തേർഡ് വൺ ചെയ്യുക. അങ്ങനെ ആ ഒരു ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി വർക്ക് ടേൺ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ 2. 3rd ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. 4th ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മളെ വർക്ക് ഇങ്ങനെ ടേൺ ആയി വന്നിട്ടുണ്ട്. 5th ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചെയിൻ 1 ചെയ്യാം. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് യാണോവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിവിടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് അടുത്ത ചെയിനിൽ ചെയ്യുന്നത്. ഈ ഒരു ചെയിനിൽ നമ്മൾ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യും. ഓൾറെഡി 1 ചെയ്തു. സെയിം തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിമിൽ തന്നെ 3ാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 4ാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 5ാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഒരു സ്റ്റിച്ചിൽ തന്നെ 5 എണ്ണം ചെയ്തു. ഇനി അടുത്തതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്തതിൽ നമുക്ക് ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമുക്കൊരു
ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഇതിൽ നമ്മൾ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ നമുക്ക് 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. വെച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലൗഡ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ക്ലൗഡ് വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ ക്യൂട്ടായിട്ട് ഞാനിപ്പോൾ ഈ ബ്ലാങ്കറ്റിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലൗഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.